ത്വൽഹ റളിയല്ലാഹു അൻഹു ഖുദാ എന്ന ഒരു ഗോത്രം, ആ ഗോത്രത്തിലെ ബലി എന്ന പേരുള്ള ഒരു ഉപഗോത്രത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടു മനുഷ്യർ ഒരുമിച്ചാണ് അവർ ഇസ്ലാമിനെ സ്വീകരിക്കുന്നത്. ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്ന രണ്ടാളുകളും, അവരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ട് ആ യുദ്ധത്തിൽ ഷഹീദായി. രണ്ടാമത്തെ മനുഷ്യൻ ഒരു വർഷവും കൂടി ജീവിച്ച് സാധാരണ രൂപത്തിലുള്ള ഒരു മരണത്തെ സ്വീകരിക്കാൻ. ഈ രണ്ടുപേരെയുമാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കാണുന്നത്. അദ്ദേഹം കാണുമ്പോൾ യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണ മരണം വരിച്ച വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അദ്ദേഹം പറയാണ്, നമുക്കറിയാം പ്രവാചകന്മാരല്ലാത്ത ആരുടെ സ്വപ്നവും ഇസ്ലാമിൽ അത് നേർക്കുനേരെ തെളിവാവൂല. പക്ഷെ സ്വഹാബത്തിന്റെ സ്വപ്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്പെടുത്തിയാൽ പിന്നീട് അത് ഇസ്ലാമിൽ തെളിവാകും. ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ സ്വപ്നം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വിശദീകരിക്കുകയുണ്ടായി. വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, റസൂൽ ഇതെങ്ങനെ സംഭവിക്കും? ഒരാൾ യുദ്ധത്തിൽ ഷഹീദാകുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര വലിയ ദറജയാണുള്ളത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദാകുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യത്തെ കണിക രക്തത്തുള്ളി പുറത്തു വരുന്ന സമയത്തു തന്നെ അയാളുടെ സാമ്പത്തിക ഇടപാടല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്ര വലിയ ദറജ കിട്ടുന്ന ഒരാളാണല്ലോ ഷഹീദ്. എന്നിട്ടും എന്തുകൊണ്ടാ ഷഹീദ് സ്വർഗത്തിൽ പോകുന്നതിന്റെ മുൻപ് ഈ സാധാരണ മരണം വരിച്ച വ്യക്തി സ്വർഗപ്രവേശനം നേടിയെടുത്തു എന്നതാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ സംശയം, ആശ്ചര്യം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹുവോട് പറയാണ്, അലൈസ ഖദ് സ്വാമ ബഅദഹു റമളാൻ. ത്വൽഹ, അദ്ദേഹം മറ്റേ ആളെക്കാളും മറ്റേയാൾക്ക് ശേഷം ഒരു റമളാൻ കൂടി അധികം നോമ്പെടുത്തിട്ടില്ലേ എന്നാണ്. അപ്പൊ ഒരു റമളാൻ അയാൾക്ക് അധികം കിട്ടിയിട്ടില്ലേ? രണ്ടാളും ഒന്നിച്ചാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഒരു കൊല്ലം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്, ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഒരു നോമ്പ് ഒരു റമളാൻ അധികം കിട്ടിയില്ലേ? പിന്നീട് ഇത്ര റക്അത്തുകൾ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരം തുടരുന്നുണ്ട്. അപ്പൊ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു നോമ്പ് ഒരു റമളാൻ അധികം കിട്ടിയില്ലേ എന്നാണ്. സഹോദരങ്ങളെ, ഒരു റമളാൻ അധികം കിട്ടിയത് ഷഹീദായ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നതിന്റെ മുൻപ് സാധാരണ മരണം വരിച്ച ഒരു വ്യക്തിക്ക് സ്വർഗം നേടിക്കൊടുക്കാൻ മാത്രം ശ്രേഷ്ഠതയുള്ളതാണെങ്കിൽ റമളാൻ എന്ന് പറയുന്നത് സ്വർഗത്തിനു വേണ്ടി നമുക്ക് ലഭിക്കുന്ന എത്ര വലിയ അവസരമാണ്. ആ റമളാനാണ് ഒരു വിളിപ്പാടകലെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു സംസാരം ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ റമളാൻ ആകുമ്പോൾ കുറെ കാര്യങ്ങൾ കേൾക്കും, അടുത്ത ആഴ്ചകളിലൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. ചുരുങ്ങിയൊരു സമയത്ത് 5 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വെക്കേണ്ടതാണ്. 5 തലങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത്ര വലിയൊരു അവസരം നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്നാമത് നമുക്കുണ്ടാകേണ്ട കാര്യം, ഇതിന്റെ മഹത്വം നമ്മൾ അറിയണം. നമ്മള് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരു തരി പൊന്നുണ്ടെങ്കിൽ വലിയ പൈസക്കാരാകാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഗോൾഡ് കളറിലൊരു സാധനം കണ്ടാൽ നമ്മൾ ബാക്ക് തന്നെ പോരും, കണ്ടൊന്ന് എടുത്തു നോക്കും. എടുത്ത ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഗോൾഡ് അല്ല. എന്നാലും ഒന്നും കൂടിയൊക്കെ ഒന്ന് ശരിക്കും നോക്കും, ഒന്ന് തുടച്ചു നോക്കും, ചിലപ്പോ ഒന്ന് എഴുതി നോക്കും. എന്തേ കാരണം? ചിലപ്പോ പോരുന്ന സമയത്ത് അവിടെ അലാഖിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു സാധനം അവിടെ കിടക്കണ്ടാവും, നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. ഇത്ര പോകുന്നൊരു തരി കണ്ടപ്പോഴേക്ക് തിരിച്ചു വന്നത് എടുത്തൊന്ന് കഴുകി ഒന്ന് തുടച്ചൊന്ന് എഴുതിയൊക്കെ നോക്കാനുള്ള കാരണം എന്താ?
ആ ഒരു തരി അതൊരു പൊന്നാണെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ അതിന്റെ വില എന്താണ് എന്ന് നമുക്ക് അറിയണോണ്ടാണ്. ഏതൊരു വസ്തുവിന്റെയും മൂല്യം നമ്മളുടെ മനസ്സിൽ കൂടുന്നതും കുറയുന്നതും അതിന്റെ പ്രാധാന്യവും മഹത്വവും നമ്മുടെ മനസ്സിൽ ഉള്ളതിനനുസരിച്ചാണ്. നമുക്ക് തോന്നിയ അതേ ചിന്ത നമ്മളെ കയ്യും പിടിച്ചു വരണ നമ്മളെ 3 വയസ്സായ കുട്ടിക്ക് തോന്നൂല. കാരണം ആ കിടക്കുന്ന വസ്തു എത്ര വില കൂടിപ്പുള്ളതാണ് എന്നോ അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്താണ് എന്നോ അത് മനുഷ്യരെങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് എന്നോ അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കും അതൊന്നും ആ 3 വയസ്സായ കുട്ടിക്ക് അറിയില്ല. ആ കുട്ടിക്ക് ഇവിടെ കണ്ട എല്ലാ സാധനവും ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമുക്കത് വേർതിരിച്ചറിയും. ഓരോ കാര്യത്തിന്റെയും മഹത്വവും പ്രാധാന്യവും മൂല്യവും എത്ര കണ്ട് നമുക്ക് മനസ്സിലാകുന്നോ അതിനനുസരിച്ചാണ് ഓരോന്നിനോടുമുള്ള നമ്മുടെ ഇഷ്ടവും അടുപ്പവും പ്രാധാന്യവും അത് കൈകാര്യം ചെയ്യുന്നിടത്ത് കുറച്ച് ജാഗ്രതയും ഒക്കെ നമുക്കുണ്ടാകുക. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ടത് റമളാനിന്റെ പുണ്യം എന്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ വിശ്വാസികളായതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വിശ്വാസികളായതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താ? നമുക്ക് സ്വർഗം കിട്ടണം. നമ്മുടെ ആഗ്രഹമാണ്. നരകത്തിൽ അകപ്പെടാതെ നരകമോചനം നമുക്ക് നേടിയെടുക്കണം. അപ്രകാരം തന്നെ നമ്മെ എപ്പോഴും തിന്മയിലേക്ക് നയിക്കുന്ന ശൈത്താന്റെ ഷെറിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. ഒരുപക്ഷെ രാത്രി മുഴുവൻ, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത്, രാത്രി മുഴുവൻ ഫോണെടുത്ത് അനാവശ്യം കണ്ടൊരു മനുഷ്യൻ പിന്നെ കുളിച്ച് വൃത്തിയായി കണ്ട് സുബൈക്ക് പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പോരുമ്പോൾ അയാളെ മനസ്സിലുണ്ടാവും ചിലപ്പോ, വേണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു കെണിയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. ആ ഒരു ശൈത്താനീയത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ആഗ്രഹമാണ്. ധാരാളം നന്മകൾ ചെയ്യുന്ന, തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കണം. ഈ 4-5 കാര്യം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളെ മനസ്സിന്റെ വല്ലാത്തൊരു കൊതിയാണ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. റമളാനിന്റെ 1-ാമത്തെ രാവ് വന്നു കഴിഞ്ഞാൽ സുഫ്ഫിദത്തി ശയാത്തീൻ, ശൈത്താൻമാരെ അല്ലാഹു ബന്ധനസ്ഥരാക്കി വെക്കും. വമറദത്തുൽ ജിൻ, ജിന്നുകളുടെ കൂട്ടത്തിലെ മല്ലന്മാരെയും ശൈത്താൻമാരെയും അല്ലാഹു ബന്ധിപ്പിച്ചു വെക്കും. വഗുല്ലികത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിന്റെ എല്ലാ വാതിലും പടച്ച റബ്ബ് അടച്ചു വെക്കും, അതിലൊരു വാതിലും തുറക്കൂല. വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു വെക്കും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിലെ ഒരു വാതിലും അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, ഒരു വിളിയാളം അവിടെ ഉണ്ടാകുന്നതാണ്. വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ പറയും, യാ ബാഗിയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ, അഖ്ബിൽ, നീ അത് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വാ. വയാ ബാഗിയ ശർ, അല്ലയോ തിന്മയുടെ ആളുകളെ, തിന്മ കൊതിക്കുന്ന മനുഷ്യരെ, അഖ്സിർ, നിങ്ങളത് കുറക്കുക, നിങ്ങളത് അവസാനിപ്പിച്ച് മടങ്ങിപ്പോവുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. വദാലിക കുല്ലു ലൈലത്തിൻ, അത് റമളാനിന്റെ എല്ലാ രാവിലും ഉണ്ടാകും. വളരെ ഈ ഒരൊറ്റ ഹദീസിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ എത്ര മഹത്വം പറഞ്ഞത്. റമളാൻ മാസം വന്നാല് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ കെട്ടിയിട്ട് നരകത്തിന്റെ വാതിലുകളൊക്കെ അടച്ചു വെച്ച് സ്വർഗവാതിലുകൾ തുറന്നു വെച്ച് തിന്മ ചെയ്യുന്ന ആളുകളെയൊക്കെ അത് അവസാനിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം വിളിച്ചു പറഞ്ഞ് നന്മ ചെയ്യുന്ന ആളുകളോട് തങ്ങൾക്ക് പറ്റിയ അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി തയ്യാറായി വരൂ എന്ന് പറഞ്ഞ് ഓരോ രാവിലും ധാരാളക്കണക്കിന് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണ് റമളാൻ. നോക്കൂ നിങ്ങൾ, ആ ഒരു മഹത്വമുള്ള മാസമാണ് നമ്മിലേക്ക് വരുന്നത്.
ഇനിയും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും കടന്നുപോയ ഇനിയും നമുക്ക് ധാരാളം മഹത്വങ്ങൾ കാണാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്. അപ്പൊ ഖുർആൻ ഇറക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മാസം അത് റമളാനാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമുള്ള രാവ് ലൈലത്തുൽ ഖദർ, അത് അല്ലാഹു നിശ്ചയിച്ചത് റമളാൻ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്. ഇത് അനുഗ്രഹീതമായ ഒരു മാസം റമളാൻ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. അനുഗ്രഹീത മാസമാണ് റമളാൻ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുൻ. 5 നേരത്തെ നിസ്കാരം, സുബഹി ളുഹർ, അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ പടച്ചോൻ പുറത്തുതരും. ളുഹർ കഴിഞ്ഞ് അസർ നിസ്കരിക്കുമ്പോൾ ളുഹറിന്റെ അസറിന്റെ ഇടയിൽ സംഭവിച്ച ചെറിയ പോരായ്മകളൊക്കെ പടച്ചോൻ പുറത്തുതരും. ഒരു ജുമുഅ നിസ്കരിച്ച് അടുത്ത ജുമുഅ നിസ്കരിക്കുമ്പോൾ അതിന്റെ ഇടയിലുണ്ടായ സംഭവങ്ങളൊക്കെ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരും. ഒരു റമളാനും അടുത്ത റമളാനും അതിനിടയിലുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നവർക്ക് ആ പാപങ്ങൾ പൊറുക്കാനുള്ളതാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമളാനിൽ ചെയ്യുന്ന ഉംറ എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റമളാനിൽ ഒരാൾ ഉംറ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. ആലോചിച്ച് നോക്കാണ്, റമളാൻ മാസത്തിന് എത്ര വലിയ മഹത്വങ്ങളുള്ളത്. ആ മഹത്വം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, മൻ സ്വാമ റമളാൻ ഈമാനൻ വഇഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ ആരെങ്കിലും നോമ്പെടുത്താൽ 2 ഗുണം വേണം. ഈമാൻ ഉണ്ടാവണം, പ്രതിഫലം കിട്ടണേ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നല്ല ഇഖ്ലാസോട് നല്ല നിയ്യത്തോടുകൂടി നോമ്പെടുത്താൽ. മൻ ഖാമ റമളാൻ ഈമാനൻ വഇഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാനിൽ നല്ല ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ഒരാൾ രാത്രി നിസ്കരിച്ചാൽ, വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒരാൾ ഈമാനോടുകൂടി പ്രതിഫല പ്രതീക്ഷയോടുകൂടി രാത്രി നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഈ റമളാനും അതിലെ ലൈലത്തുൽ ഇതൊക്കെ അടങ്ങിയ പവിത്രമായ അനുഗ്രഹീതമായ ഒരു മാസമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന ഒരു ചിന്തയും ആ ഒരു ബോധ്യവും നമുക്കുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട. അത് ഉണ്ടാകുമ്പോഴേ 2 നിലക്ക് റമളാനിനെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് എങ്ങനെ വെച്ചാൽ, തീരെ റമളാനെ ഒഴിവാക്കി നടക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. റമളാനിൽ നോമ്പെടുക്കുന്ന രാത്രി നിസ്കരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ തന്നെ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന്, കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേരത്തെ പറഞ്ഞ പോലെ പടച്ചോനെ റമളാനിലേക്ക് അവസരം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന ആളുകൾ. വേറൊന്ന് ഇങ്ങനെ പോകും, കാലത്തിന്റെ കൂടെ അങ്ങനെ പോകുമ്പോ ഇപ്പൊ റജബ് കഴിഞ്ഞ് ഷഅബാൻ കഴിഞ്ഞ് റമളാനായി, എല്ലാവർക്കും നോമ്പായി, അയാൾ നോമ്പെടുക്കുന്നുണ്ട്, അയാൾ രാത്രി നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് അയാള് തറാവീഹിന് പള്ളിയിലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്തില്ല, ഒരു കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറായി ഉണ്ടായതെന്നല്ല, അങ്ങനെ കൂടെ കൂടിപ്പോയത്. അങ്ങനെ ആവാതെ നല്ല കൃത്യമായി കാത്തിരുന്നു കൊണ്ടൊരു റമളാനിനെ സ്വീകരിക്കണമെങ്കിൽ റമളാനെ കുറിച്ചുള്ള ഈ ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. 2ാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം മുന്നിൽ വരുന്നത് കൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് വെറുതെ കഴിഞ്ഞുകൂടി പോകാൻ പാടില്ല. അതുകൊണ്ട് നല്ലൊരു പ്ലാന് റമളാനിലേക്ക് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ ആദ്യത്തെ റമളാനും നല്ല വരുന്നത്. പക്ഷേ ഇൻഷാ അല്ലാഹ് ഒരാഴ്ച അപ്പുറത്താണല്ലോ റമളാൻ ഉള്ളത്. ഇപ്പൊ നമ്മളെ പ്ലാൻ എന്താ റമളാന്റെ കാര്യത്തില്? അവസാനത്തെ 10 ദിവസം പള്ളിയിലിരിക്കണമെന്ന് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ എത്ര ജുസ് ഓതി തീർക്കണമെന്ന്, എത്ര ഖത്തമാക്കണം എന്നുള്ള പ്ലാനാണ് ഇപ്പൊ നമുക്കുള്ളത്. നേരത്തെ സ്വതക്കയുടെ കാര്യം പറഞ്ഞു. റമളാൻ ആകട്ടെ വരുമ്പോ കൊടുക്കാന്നല്ലാതെ ഇൻഷാ അല്ലാഹ് എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് ഇത്ര രൂപ സക്കാത്തൊക്കെ ഞാൻ മാറ്റി വെക്കേണ്ടതുണ്ട്, അത് കഴിഞ്ഞാൽ ഒരു ഇത്ര രൂപയെങ്കിലും ഞാൻ ഈ റമളാനിൽ
മറ്റ് പ്രശ്നങ്ങളൊന്നും മുന്നിൽ വന്നില്ലെങ്കിൽ ഞാൻ സ്വതക്ക കൊടുക്കും എന്ന് ഒരു പ്ലാന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്ന സൂറത്ത് ഞാൻ ഈ റമദാനിൽ ഒന്ന് അർത്ഥസഹിതം പഠിക്കും, ഒരു പ്ലാൻ നമ്മളെടുത്തുണ്ടാവും. ഈ റമദാനിൽ ഇന്ന സൂറത്തുകളൊക്കെ ഞാനൊന്ന് ഹിഫ്ളാക്കും, ഒരു പ്ലാൻ നമ്മളെടുത്തുണ്ടായിട്ടുണ്ടാവും. അദ്കാറു സ്വബാഹും അദ്കാറുൽ മസാവും, ഇന്ന സമയത്ത് ഇരുന്ന് ഞാനത് ചൊല്ലി പൂർത്തിയാക്കും, ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എനിക്ക് ഒറ്റ ജമാഅത്തും നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്ലാന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം, എന്താ പ്ലാനിങ്ങിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്ലാനിങ്ങിന്റെ പ്രത്യേകത മൻ ഹമ്മ ബിഹസനതിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ഈ ഹദീസ് പല നിലക്ക് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഹദീസ്, ഒരിക്കൽ ഈ ഹദീസ് നിവേദനം ചെയ്തതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, ഇന്ന റബ്ബക്കും തബാറക വ തആല റഹീമുൻ. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ഏറെ കാരുണ്യമുള്ള കരുണാനിധിയാണ് റബ്ബ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടയാളം പറഞ്ഞതാണ് ഈ ഹദീസ്. എന്താ പറഞ്ഞത്? ഒരാൾ ഒരു നന്മ ചെയ്യാൻ പ്ലാൻ ചെയ്തു, ഫലം യഅമൽഹാ, പക്ഷെ അയാൾക്ക് അത് പ്രവർത്തിക്കാൻ പറ്റിയില്ല. എന്തോ ഒരു കാരണം കൊണ്ട് പറ്റിയില്ല. ഈ ഹദീസ് ഇന്ന് ഞാൻ ഖുതുബയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോ ഇന്നത്തെ ദിവസം അവിടെ കണ്ണൂര് കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് നമ്മളൊരു പരിപാടി വെച്ച് മുടങ്ങി. ചില ആൾക്കാരൊക്കെ വന്നാണ് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അവിടെ നിന്നൊരു പരിപാടി തീരുമാനിച്ചത്. അപ്പൊ ആ പരിപാടിയൊക്കെ തീരുമാനിച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയി, പ്രഭാഷകരൊക്കെ ഏൽപ്പിച്ച് എല്ലാം റെഡിയായി. പിന്നെ അതിന്റെ പബ്ലിസിറ്റി വർക്കിന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ പരിപാടി ഉദ്ദേശിച്ചതിന്റെ തൊട്ടപ്പുറത്തൊരു സ്കൂളിൽ ഇന്ന് സ്കൂളിന്റെ വാർഷികമാണ്. അപ്പൊ ഞാൻ കുത്തുപഴിഞ്ഞൊരു ഓട്ടോയിൽ ഇങ്ങനെ പോരുമ്പോ നമ്മളെ പ്രവർത്തകന്റെ ഓട്ടോ ആണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ആ ബാക്കിൽ വെക്കണേ ആ 8 പോസ്റ്റർ, അത് നമ്മൾ ഇന്നത്തെ പരിപാടിന്റെ ആയിരുന്നു. പോസ്റ്ററൊക്കെ അടിച്ചാണ്. അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഇന്നിപ്പോ നമ്മള് ഖുതുബയിൽ ഒരു ഹദീസ് പറഞ്ഞില്ലേ, ആ ഹദീസിൽ അത് വിചാരിച്ചാൽ മതി നമ്മള്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നന്മ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചു, പക്ഷെ അത് പ്രവർത്തിക്കാൻ പറ്റിയില്ല. അത് പ്രവർത്തിക്കാൻ പറ്റാതെ പോയാലും കുത്തിബത്ത് ലഹു ഹസന, അവനൊരു നന്മ ചെയ്ത കൂലി പടച്ചോൻ രേഖപ്പെടുത്തും. വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹാ കുത്തിബത്ത് ലഹു അശ്റ ഇലാ 700 ളിഅഫിൻ. മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഇലാ അൾആഫിൻ കസീറ. ഇനി ഒരാള് ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, അത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അയാൾക്ക് ഉണ്ടായി, അത് അങ്ങനെ ചെയ്തു എങ്കിൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. മറ്റേ ഹദീസിൽ പറഞ്ഞു 700 കഴിഞ്ഞ് ഇലാ അൾആഫിൻ കസീറ, ധാരാളം ഇരട്ടി കൂലിയായിരിക്കും പടച്ചവന് കൊടുക്കുക. ചിലപ്പോ ഒരു സൂറത്ത് ഓതിയാല് പടച്ചവൻ എനിക്ക് സുബഹി കഴിഞ്ഞിട്ടൊന്നൊരു ജുസ് ഓതി തീർക്കണം തീരുമാനിച്ചിട്ട് ആ ഒരു ജുസ് നമ്മൾ ഓതി തീർത്താൽ ചിലപ്പോ ഒരു ജുസ് ഓതിയ കൂലി ഒന്നാവില്ല, ചിലപ്പോ ഒരു 700 ജുസ് ഓതിയ കൂലിയാക്കാരൻ പടച്ചവൻ തരാ, ചിലപ്പോ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും. ഇനി ഒരാൾ ഒരു തെറ്റു ചെയ്യാനാണ് തീരുമാനിച്ചത്, പക്ഷേ ആ തെറ്റ് പിന്നെ അയാള് ഞാൻ എന്തോ അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോയി, അയാൾ ചെയ്യണില്ല എന്നുണ്ടെന്ന് ഒഴിവായി, എങ്കിലും അയാൾക്ക് അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്തും. ഇനി ഒരു തെറ്റ് ചെയ്യാൻ അയാൾ തീരുമാനിച്ചു, ആ തെറ്റ് ചെയ്തു, അയാൾക്ക് ആ തെറ്റിന്റെ കുറ്റം അള്ളാഹു രേഖപ്പെടുത്തും. ആലോചിച്ച് നോക്കിയാൽ അള്ളാഹുവിന്റെ കാരുണ്യം. അപ്പൊ സഹോദരങ്ങളെ, പ്ലാൻ ചെയ്താൽ കിട്ടണ കൂലി എന്താ? നമ്മൾ തീരുമാനിക്കുകയാണ് ഇൻഷാ അല്ലാഹ് എല്ലാ നിസ്കാരവും, റമളാനിലെ എല്ലാ നിസ്കാരവും ഞാൻ ജമാഅത്തായിട്ടേ നിസ്കരിക്കൂ. നമ്മൾ തീരുമാനിച്ചു. പക്ഷെ നമുക്ക് 2 ദിവസം ഭയങ്കര ജലദോഷവും ചുമയും പനിയും അള്ളാഹുത്തരം പ്രയാസങ്ങളൊന്നുമില്ലാതെ റമളാനിനെ കൊണ്ട് നടക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസം വന്നു ചിലപ്പോൾ 2 ദിവസം പള്ളിക്ക് തന്നെ ഇറങ്ങാൻ പറ്റാതെ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഓനാ ജമാഅത്ത് നിസ്കരിച്ച കൂലി പടച്ച റബ്ബ് രേഖപ്പെടും. അത് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലോ ആ കിട്ടേണ്ട കൂലി നമുക്ക് കിട്ടൂല. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. പറ്റുന്ന ജമാഅത്തിനൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് ഒരു 2 ജമാഅത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലോ പ്രത്യേകിച്ച് അതിന് കൂലിയൊന്നുമില്ല. ഇനി അയാൾ ആരോഗ്യമുള്ള സമയത്തൊക്കെ ജമാഅത്തിന് പോകുന്ന ആളാണെങ്കിൽ രോഗാവസ്ഥയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന് കൂലി കിട്ടും, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് നമ്മൾ പ്ലാൻ ചെയ്യണം. ഖുർആൻ പാരായണം, ഇപ്പൊ വിശുദ്ധ ഖുർആനിനോടൊരു ബന്ധമില്ലാത്തതാകരുത് നമ്മുടെ റമളാൻ. പൊതുവേ നാടുകളിലൊക്കെ സംഭവിക്കാറുള്ളത് എന്താ വെച്ചാല്
റമദാനായാല് ചിലപ്പോ റമദാന്റെ മുമ്പത്തെ ഏറ്റവും അവസാനത്തെ ഖുർആൻ ക്ലാസ് ഉണ്ടാവില്ലേ, അന്ന് ഇവിടെ എങ്ങനെ എനിക്കറിയില്ല കേട്ടോ, അന്ന് ചിലപ്പോ ഇങ്ങനെ പറയും ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ ക്ലാസ് നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ വരുന്നത്. എന്തിനാ നമ്മള് റമദാൻ മാസത്തിൽ എന്തിനാ നമ്മൾ നോമ്പെടുക്കണേ? 12 മാസം ആകാശവും ഭൂമിയും പടച്ച അന്ന് പടച്ചോൻ തീരുമാനിച്ചാണ് മാസം 12. അന്ന് മുതലേ ഈ മാസത്തിന്റെ ക്രമം ഇതന്നെയാണ്. അതിൽ 4 പവിത്രമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് പവിത്രമാണ്. റമദാൻ മുബാറക് അനുഗ്രഹീത മാസമാണ്. പക്ഷെ ഈ 12 മാസത്തിൽ നിന്ന് പടച്ചോന് നിങ്ങൾ ഉണ്ടെങ്കിൽ ആ മാസം നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞ് നോമ്പ് നിർബന്ധമാക്കാൻ റമദാൻ മാസത്തെ തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടാ? അതാണ് നമ്മൾ നേരത്തെ ഓതിയ ആയത്ത്. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് അല്ലാഹു റമദാൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളൂ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് അല്ലാഹ് ഖുർആൻ ഇറക്കിയത്. എന്നിട്ട് അതിന്റെ മഹത്വം പറയാണ്. ആ ഖുർആന്റെ മഹത്വം ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അത് ജനങ്ങൾക്കുള്ള മാർഗദർശനാണ്, സത്യാസത്യ വിവേചനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും. ആ മാസം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. എന്തിന്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമദാൻ മാസത്തിലാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് ആ മാസം ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ ആ മാസം നോമ്പെടുക്കണം. ആലോചിച്ച് നോക്കി, ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ് ഈ മാസത്തിന്റെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഖുർആനിനോട് ബന്ധമുള്ള റമദാനാകണം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. സൂറത്തുൽ മുൽക്ക് നമ്മളിപ്പോ കാര്യമായിട്ട് നോമ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്താ വെച്ചാൽ ഓതി ഇങ്ങനെ തീർക്കുക എന്നുള്ളതാണ്. അതിനെ വേണ്ടത് നല്ലോണം ഖുർആൻ ഓത്ത് തന്നെ നടക്കേണ്ട ഒരു മാസമാണ് റമദാൻ. അത് മാത്രമാക്കണ്ട. സൂറത്തുൽ മുൽക്ക് 30 ആയത്ത് നമ്മൾ തീരുമാനിക്കുക, ഒരു ദിവസം ഞാൻ ഒരായത്തിന്റെ അർത്ഥം പഠിക്കും. അപ്പൊ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞ് ഞാൻ സാധാരണ എത്ര പേജാണ് ഓതാൻ തീരുമാനിച്ചത്, ആ പേജ് ഓതി കഴിയുമ്പോ അപ്പൊ തന്നെ അവിടെ തന്നെ ഇരുന്നുകാണ്ട് സൂറത്തുൽ മുൽക്ക് ഞാൻ പറഞ്ഞത് 30 ആയത്തുള്ള ഒരു സൂറത്താണെന്നുള്ള നിലക്കാണ്. ഒരായത്തിന്റെ അർത്ഥം അവിടെ ഇരുന്ന് പഠിക്കും. സാധാരണ 30ാമത്തെ നോമ്പിന്റെ അന്ന് സുബഹിയാവുമ്പോ ഒരു സൂറത്തിന്റെ അർത്ഥം കംപ്ലീറ്റ് പഠിച്ചു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ല നമുക്ക്. അത് എപ്പോ പ്ലാൻ ചെയ്യണം? എപ്പോ പ്ലാൻ ചെയ്താലല്ലേ നടക്കുള്ളൂ. ഇനി ഒരു 60 ആയത്തുള്ള ഒരു സൂറത്ത് 2 ആയത്തിന്റെ അർത്ഥം പഠിക്കും തീരുമാനിച്ചാൽ, അങ്ങനെ ഒരു പ്ലാന് നമുക്കുണ്ടാകണം. ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ എത്ര തവണ ഞാൻ ഖുർആൻ ഓതി തീർക്കും? അങ്ങനെയൊന്നുമില്ല. ആണ് പോവന്നെ കയ്യിനോടത്ത് കയ്യും. അങ്ങനെയല്ല, എനിക്കൊരു 2 വട്ടം ഓതി തീർക്കണം. അപ്പൊ എന്തായാലും ഞാൻ ഒരു ദിവസം 2 ജുസ് എങ്കിലും വെച്ചാണ്ട് ഓതി പോണല്ലോ. അപ്പൊ 2 ജുസ് ഓതണമെങ്കിൽ എന്റെ ജോലിയും കാര്യവും, ഇനിയിപ്പോ പെരയിലാണെങ്കിൽ അടുക്കളയിലത്തെ തിരക്കും, ഇതെല്ലാ സാധനവും ഇങ്ങനെ ആലോചിച്ച് വരുമ്പോ ഒരു ദിവസം എനിക്ക് ഒരു 2 ജുസ് ഓതാൻ ഞാൻ എത്ര സമയം ഓതേണ്ടി വരും? ഒരു ജുസ് ആണെങ്കിൽ നമുക്ക് ഒരു 20 പേജ് ഒരു ദിവസം ഓതണല്ലോ. ഒരു 20 പേജ് 21 പേജൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഓതി പോകുമ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഒരു 4 പേജ് ഓതിയാൽ മതി. അപ്പൊ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ശേഷം അങ്ങനെ ഓതാനുള്ള ഒരു സമയം സ്വാഭാവികമായിട്ടും കിട്ടൂല, റമദാന്റെ തിരക്കുണ്ട്. അപ്പൊ എന്നാ വേറെ ഏതെങ്കിലും ഇപ്പൊ സുബഹി കഴിഞ്ഞിട്ട് 4 പേജ് ആക്കണ്ട, ഒരു 8 10 പേജ് സുബഹി കഴിഞ്ഞിട്ടാണ് ഓതുക. ഇങ്ങനെയൊക്കെ ഒരു പ്ലാന് ഖുർആനിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാവണം. അവസാനത്തെ 10 പള്ളിയിൽ ഇരിക്കാൻ നമ്മൾ തീരുമാനിക്കുക. പരമാവധി മുഴുവനായിട്ട് ഇരിക്കാൻ കഴിയും. മുഴുവനായിട്ട് ഇരിക്കാൻ കഴിയാറിഞ്ഞാല് സഹോദരങ്ങളെ, പടച്ചോങ്ങനെ നമുക്ക് വഹിയിട്ട് തരുന്നില്ല, ആൾക്ക് പ്രാവശ്യം മുഴുവൻ ഇരിക്കാൻ കഴിയൂട്ടോ എന്ന് പ്രത്യേക മെസ്സേജ് വരുന്നില്ല. നമ്മൾ ആലോചിക്കണം. നമ്മളൊന്ന് ശ്രമിച്ചാൽ ഒട്ടുമിക്ക ആളുകൾക്ക് അവസാനത്തെ 10 പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിയാത്തവർ. അതെന്താണ് പ്രശ്നം എന്നറിയോ? ഒരു വട്ടം നമ്മൾ ഇരുന്ന് നോക്കണം, അപ്പൊ നമുക്ക് കഴിയും. നമ്മുടെ ഷോപ്പിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് പ്ലാൻ ഉണ്ടാവും. ഈ അവസാനത്തെ 10 ഫുള്ള് അങ്ങാടി കൂടിയാണ് അല്ലേ? റമദാന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിങ്ങനെ കഴിയും തോറും മഹത്വം കൂടി വരിക. നമ്മളാണെങ്കിൽ റമദാൻ കഴിയണീനനുസരിച്ച് അവസാനത്തേക്ക് എത്തും തോറും നമ്മളെ ഈമാൻ കുറഞ്ഞിങ്ങനെ പോവുക. കണ്ടോളി, ഈ റമദാനിന്റെ 1ാമത്തെ ദിവസത്തെ സുബഹിക്ക്
മിക്കവാറും പള്ളിയിൽ ആദ്യത്തെ സ്വപ്പ് സാധാരണ കിട്ടുന്ന കുറച്ച് ആൾക്കാർ, നിങ്ങൾക്ക് എന്തായാലും ആ സ്വപ്പ് കിട്ടൂല, സ്വാഭാവികമല്ലേ. അവസാനത്തുമ്പൊക്കെ നമ്മൾ ആ സ്വപ്പിൽ നമ്മൾ പഴയ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മള് അങ്ങാടിയിൽ സജീവമായിരിക്കും സ്ത്രീകൾ. എന്നിട്ട് എന്താ അവസാനത്തെ ദിവസങ്ങൾ സംഭവിക്കാരോ? കടയിൽ കയറി അവിടുന്ന് ഒരു കുട്ടിക്കുള്ള കിട്ടി, അപ്പുറത്തെ കടയിൽ കയറിയപ്പോൾ ഉമ്മാക്കുള്ള കിട്ടി, അപ്പുറത്തെ ചെരുപ്പ് ഇപ്പുറത്തെ ഫാൻസി ആയിരുന്നു ഇങ്ങനെ കയറിയിട്ട് ചിലപ്പോ ഏതെങ്കിലുമൊക്കെ കടക്കാരൻ കൊടുന്നിരുന്ന വെള്ളം കൊണ്ടാ നോമ്പുറക്കുക. എന്നിട്ട് പോരുമ്പോ പാർസലും വാങ്ങി വന്നുകാണ്ട് പെരിയിലാണ് വന്ന് ഇരുന്നിട്ട് എന്താ പറയുക വെച്ചാല്, ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ക്ഷീണം എന്ന് പറഞ്ഞാണ് ഇപ്പം. നിങ്ങളുടെ എപ്പോഴേലും കുഴക്കം മാറിയിട്ട് നീച്ചൊരു ഇഷയൊക്കെ നിസ്കരിച്ച് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങിപ്പോ ഏതായാലും സുബൈക്ക് കുറച്ച് നേരത്തെ നീച്ചുകാണ്ട് തറാവി നിസ്കരിക്കുക. ഏറ്റവും പുണ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ചടഞ്ഞു കൂടിയിരുന്ന് ബാക്കി എല്ലാ കാര്യത്തിനും വേറിട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങാടിക്കുകയാണ്. അതില്ലാതിരിക്കണമെങ്കിൽ ഇപ്പൊ പ്ലാൻ ചെയ്യണ്ടേ നമ്മള്? ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റൈൽസ് പോയൊക്കെയാണെങ്കിൽ സ്വസ്ഥമായിട്ട് തിരഞ്ഞെടുക്കാം. ആഹാര തട്ടും തടവും തിരക്കൊന്നും ഉണ്ടാവില്ല. മറ്റേതെന്താ ഉണ്ടാവുക വെച്ചാല് വലിച്ചിട്ട് നമുക്ക് വേണ്ട സാധനം ഏറ്റവും അടി കിടക്കണ്ടാവും. ഇപ്പൊ പോയ സ്വസ്ഥമായിട്ട് എടുക്കുക. ടൈലർ അടുത്ത് തുണി കൊണ്ടേ കൊടുത്താലും മൂപ്പര് സ്വസ്ഥമായിട്ട് അളവെടുത്ത് സമയത്ത് തുന്നിത്തരും. അവസാനം ചെന്ന് അയാളെ തെറിയും കേൾക്കണം. നമ്മളെ പൈസ കൊടുത്തിട്ടാണെങ്കിൽ അയാളെ ചൂടാണ് കേൾക്കണം. കിട്ടൂലെന്നറിയും. പിന്നെ കാലുവടിയും പിടിക്കണം. ഈ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും പുണ്യകരമായി കർമ്മം ചെയ്യേണ്ട ദിവസം നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാണ്. പ്ലാൻ ഉണ്ടാവണം. നമ്മുടെ സ്വതക്കയുടെ കാര്യത്തിൽ പ്ലാൻ ഉണ്ടാവണം. സ്വതക്കയുടെ കാര്യത്തിൽ പ്ലാൻ ഉണ്ടാവുക പറഞ്ഞാല് ആരെങ്കിലുമൊക്കെ വന്നാൽ എന്തിനേലൊക്കെ കൊടുക്കുക എന്നുള്ളതല്ല, നമുക്ക് കൃത്യമായിട്ട് അതിനൊരു ക്രമം ഉണ്ടാകണം. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേക പരിഗണിക്കേണ്ട സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം, റമദാൻ ആയാൽ നമ്മുടെ ദഅവ ഫണ്ടിന്റെ കളക്ഷൻ ഉണ്ടാവും. എല്ലാ ശാഖയിലും ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലുണ്ടാവും, എൻ്റെ നാട്ടിലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ എന്തിന് ദഅവ ഫണ്ടിലേക്ക് ഒരു വിഹിതം കൊടുക്കണം? എന്താ അതുകൊണ്ട് നടക്കുക? അതുകൊണ്ട് നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാല് പല ജാതി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഉമ്മ മരിച്ച സമയത്ത് ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കണ്ടില്ല നിങ്ങള്? ആ വാക്യം നമുക്കൊരു പരിപാടി പറയാന്നുള്ളതൊരു മോശമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരു ഉമ്മ മരിച്ചതിനെ പോലും വളരെ മോശമായിട്ടൊരു ചങ്ങായി ഫേസ്ബുക്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടത് നമ്മൾ കാണുന്നുണ്ടായി. അങ്ങനെ ദീനിന്റെ സാങ്കേതിക പദങ്ങളൊക്കെ മോശമായി ചിത്രീകരിക്കാനും നമ്മുടെ കുട്ടികളെ മുഴുവൻ തിന്മയിലേക്ക് വലിച്ചുകൊണ്ടാവാനും ഇവിടെ ആൾക്കാരുണ്ട്. ആർക്കാ പ്രതിരോധിക്കാൻ പറ്റുക? ആർക്കാ അതിന്റെ ശരി പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇപ്പൊ വന്ന് സോഷ്യൽ മീഡിയ ഈ ചാറ്റ് ജിപിടിയോടും ജെമിനിനോടൊക്കെയാണ് ചൂടാകുന്നത്. ഇപ്പോ യുക്തിവാദികളെ ചാറ്റ് ജിപിടിയിലൂടെ ഒരു സാധനം ചോദിക്കുമ്പോൾ ചാറ്റ് ജിപിടിയിൽ നിന്ന് അതിന് മനസ്സിലായ സാധനം വെച്ചാണ് അതിന്റെ ശരി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പൊ അടുത്ത് ഒരു പിന്നെ ഈ നിലക്കൊക്കെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരു ടീം ഒരു ജെമിനിനോട് ചൂടാകാണ്. ഇത് മുസ്ലിമാണോ, മുസ്ലിങ്ങൾ ഉണ്ടാക്കിയാണോ എന്നെ എന്നൊക്കെ ചോദിച്ചാണ് ചൂടാകേണ്ടത്. ഇങ്ങനത്തെ ഒരു കാലത്ത് ആരാ ഇതിനെ പ്രതിരോധിക്കുക? ആരാ അവിടെ ദഅവത്ത് നടത്തുക? ഇപ്പുറത്ത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ പരിസരത്തല്ലേ CM ആണ് ഈ കണ്ട സാധനം മുഴുവൻ കൊണ്ടുനടക്കണേന്ന് ആൾക്കാർ പറയുമ്പോൾ ആരാ സഹോദരങ്ങളെ തിരുത്തുക? കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് കുറെ ആൾക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞ എന്താ, മരണപ്പെട്ടു പോയ എല്ലാ അമ്പിയാക്കളുടെ റൂഹ് ഈ സമ്മേളനത്തിലുണ്ട്. ആരാ ഇല്ല എന്ന് പറയാം? ആരെങ്ങളാ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാം? അത് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്തുള്ളവർക്ക് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാം. ഞാൻ അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഈ ഹദീസില്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല അതേമാതിരി സ്വഹീഹായി ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കണമല്ലോ എന്ന് പുറത്തുനിന്ന് ചോദ്യം വന്നാൽ പിന്നെ ഉണ്ടാട്ടല്ലാതെ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹായ ഏത് ഹദീസും സ്വീകരിക്കണതിന് ഒരു മടിയില്ല എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഏത് പ്രമാണം ആരെടുത്ത് പറഞ്ഞാലും അത് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. ഈ ഒരു വർഷം നാട്ടിൽ ഈ ദഅവ നടക്കാനുള്ള, ശരിയായ തൗഹീദ് പഠിപ്പിക്കാൻ, ഇസ്ലാമിന് നേരെ വരുന്ന ആരോപണങ്ങളെ തിരുത്താൻ നമ്മളെ കുട്ടികൾ മുഴുവൻ കയ്യിൽ നിന്ന് പോകുന്ന കാലാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ കൊറിയൻ മ്യൂസിക്കിന് ഭയങ്കര അഡിക്റ്റ് ആയ 3 കുട്ടികൾ അവരടുത്തുനിന്ന് ആ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചപ്പോൾ അവര് ബിൽഡിങ്ങിന്റെ മേലെ കയറി 3 കുട്ടികൾ ജ്യേഷ്ഠത്തി അനിയത്തിയാണ്
ആത്മഹത്യ ചെയ്തു, താഴക്കൺ ചാടി. അത് കണ്ടിട്ട് കേരളത്തിലൊരു പെൺകുട്ടി അതിൽ സങ്കടം വന്നാണ്ട് ഒരു കോറി പോയി ചാടി, ആ കുട്ടി മരിച്ചു. ഇന്ന് കുത്തുബ കഴിഞ്ഞപ്പോ ഈ വിഷയം ഇങ്ങനെ റമദാന്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോയപ്പോ സോഷ്യൽ മീഡിയ നിയന്ത്രണമൊക്കെ പറഞ്ഞപ്പോ ഒന്ന് പരാമർശിച്ചു പോയി. ഒരാൾ വന്നിട്ട് പറഞ്ഞു, കുട്ടികൾ ഭയങ്കര അഡിക്റ്റഡ്. എൻ്റെ ഏറ്റവും ചെറിയ കുട്ടി ഫോണ് കൊടുക്കായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് പെരയിൽ ആകപ്പാടെ എന്തോ ഒരു ഒരു പിന്നെ ഒരു മാനസികമായ എന്തോ അസ്വസ്ഥത ബാധിച്ച ഒരു കുട്ടിയെ പോലൊക്കെ പെരുമാറിയിട്ട് ഞാൻ അവസാനം കൗൺസിലർക്ക് കൊണ്ടുപോയി. ആരെ നമ്മളെ കുട്ടികളെ നന്നാക്കുക? ഈ ദഅവ നടക്കാനുള്ള ഫണ്ടാണ് നമ്മളെ ദഅവ ഫണ്ട്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കണം? പഠിച്ചോനെ, റമദാന് കൊടുത്താൽ സാധാരണ ഉള്ളതിന്റെ എത്രയോ ഇരട്ടിയാണ് കൂലി. ഒരു കൊല്ലം നാട്ടിൽ ദഅവ നടക്കാനും ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാനും ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാനും പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഫണ്ടാണ് ഞാൻ ഈ കൊടുക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് അധികം കൊടുക്കണം. മറ്റൊന്ന് നമ്മളെ ജാമിഅ അൽ ഹിന്ദിന്റെ ഫണ്ടാണ്. ജാമിഅ അൽ ഹിന്ദ് ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുറെ ഹിക്കമിമാര് മാഷാഅല്ലാഹ് പുറത്തിറങ്ങി. പല സ്ഥാപനത്തിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ഫീൽഡിൽ ഇറങ്ങുക. എന്തിനറിയോ? കിതാബ് ദുർവ്യാഖ്യാനം ചെയ്യാന്, കിതാബിലില്ലാത്തത് ഉണ്ട് എന്ന് പറയാന്, ഉള്ളത് കട്ടുമുറിച്ച് വായിക്കാന്, അവരെ മുന്നിൽ നിന്നിട്ട് നിങ്ങളാ വായിച്ചതിന്റെ അപ്പുറത്തുള്ളതാണ് നിങ്ങൾ വായിക്കേണ്ടത്, ഇപ്പുറം അപ്പുറം വായിക്കി, അപ്പോഴല്ലേ അത് ശരിയാവുക എന്ന് പറഞ്ഞ് തിരിച്ച് പ്രതിരോധിക്കാൻ നമുക്ക് ആകെ വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ആ കുട്ടികളെ വാർത്തെടുക്കുന്ന സ്ഥാപനം എന്നുള്ളതിലേക്ക് ജാമ്യക്ക് ഫണ്ട് കൊടുക്കലിന്റെ മതപരമായ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്കൊരു ഫണ്ട് നമ്മൾ മാറ്റി. മറ്റൊന്ന്, ഇപ്പോ നമ്മുടെ ഇവിടുത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, നമ്മള് മദ്രസയും സംവിധാനം തുടങ്ങിയ എല്ലായിടത്തും മാഷാഅല്ലാഹ് നമ്മൾ തുടങ്ങുമ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ കുട്ടികൾ, വെറും 4 കുട്ടികളെ വെച്ചിട്ടാണ് എൻ്റെ നാട്ടില് മദ്രസ തുടങ്ങിയത്. ഇപ്പൊ മാഷാഅല്ലാഹ് 10-60 കുട്ടികളുണ്ട്. അപ്പൊ എല്ലായിടത്തും ആ ഒരു വളർച്ച നമുക്ക് മാഷാഅല്ലാഹ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ മദ്രസ സംവിധാനങ്ങൾ വേണം. ആ മദ്രസ സംവിധാനം വിപുലമാക്കാൻ ഈ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ സ്വതക്കകളിൽ ഒന്ന് ഈ സംവിധാനത്തിന് ഞാൻ കൊടുക്കും തീരും. ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ സ്വർണത്തിന്റെ ഇതിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ ആളുകൾക്ക് ഒരു ചിരിയാണ് ചിരിച്ചുകാണ്ട് ഇങ്ങനെ പോകും. ശരിക്കും ഞാൻ പറയണത്, നിങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച് പൊട്ടിപ്പോയിന്റെ ഒരു കഷ്ണം നമ്മുടെ അടുത്ത് അവിടെ ഏതെങ്കിലും ഒരു പേഴ്സിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തു കൊടുത്താൽ ഒരു പക്ഷേ ഈ മദ്രസയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പൂർത്തിയാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്വത്ത് നമ്മളെ കയ്യിലുണ്ടായിരിക്കെ നമ്മളതൊരു ഒരു ചത്ത പണമായി അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഉപകാരം ഇല്ലാതെ വെച്ചിട്ട് നമ്മൾ പരലോകത്ത് നമ്മൾ കണക്ക് പറയേണ്ടത്. അപ്പൊ സ്വതക്കയുടെ കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടാവണം. അത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്കുള്ളൊരു ഗുണം എന്താ അറിയോ? പള്ളിയിൽ നിസ്കാരത്തിന് വരുമ്പോൾ എന്നും ഉണ്ടാവും. തറാവി കഴിഞ്ഞാൽ ചിലപ്പോ, അല്ലെങ്കിൽ ഇശാസ്കാരം കഴിഞ്ഞ് തറാവിന്റെ മുമ്പോ അല്ലെങ്കിൽ വിത്റിന്റെ മുമ്പോ ഒക്കെ ആരെങ്കിലും ഒരാൾ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പറയും, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളെ ഇന്ന നാട്ടിൽ തന്നെ മദ്രസക്ക് ഒരു കളക്ഷൻ ഉണ്ട്. നമുക്കൊരിക്കലും മുഖം ചുളിയില്ല, നമുക്കൊരിക്കലും മനസ്സിലടങ്ങാറുണ്ടാവില്ല. കാരണം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കണ റമദാനിൽ ഇത്ര സ്വതക്ക് കൊടുക്കണം. അത് പ്ലാൻ ചെയ്ത ആള് എന്നും പെരീന്ന് പോരുമ്പോ എന്തെങ്കിലും ഒരു പൈസ പോക്കറ്റിൽ ഇന്നിപ്പോ തറാവി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പള്ളിന്റെ ഉണ്ടാവും, അയാൾക്ക് കൊടുക്കാതെ കരുതി വരും. അപ്പൊ നമ്മുടെ സ്വതക്ക പ്ലാൻ ആക്കണം. നമ്മുടെ ഇങ്ങനെ ഓരോ നന്മയിലും പ്ലാൻ ഉണ്ടായാൽ, പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയാലും ഉണ്ടൊരു കൂലി. ചെയ്തതുപോലെ നടന്നാൽ 700 അതിലിരട്ടിയോ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമെന്ന്. അപ്പൊ പൊതുവെ ആളുകൾ 2-3 തരക്കാരുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, വേദഗ്രന്ഥം ലഭിക്കപ്പെട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത തെറ്റുകളൊക്കെ ചെയ്ത് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. വമിൻഹും മുഖ്തസിദ്, ഒരു ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. തെറ്റുകളൊക്കെ കുറച്ച് കുറവായിരിക്കും, എന്നാൽ നന്മയും വലിയ കൂടുതലൊന്നും ഉണ്ടാവില്ല. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നന്മകളിൽ മുൻകടക്കുന്നവരുമുണ്ട്. ആ മുൻകടക്കുന്നവരിലാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഈ മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മുടെ നന്മകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്ന ചില വീഴ്ചകളുണ്ട്. ആ വീഴ്ചകളെ നമ്മൾ കരുതിയിരിക്കണം. റമദാനുമായി ബന്ധപ്പെട്ട കുറെ ഫിഖ്ഹി കാര്യങ്ങളിലേക്ക് പോകല്ല, പക്ഷേ നമുക്ക് കുറെ സംശയങ്ങളുണ്ടാവും. ചില ആൾക്കാരിപ്പോ ഈ അത്താഴം കഴിക്കണതിന് മുമ്പ് ജനാബത്ത് കുളിച്ച് വൃത്തിയായിട്ടില്ലെങ്കിൽ
അത് ശരിയാവൂല എന്ന് ബേജാറായി കണ്ട് ചിലപ്പോ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടാവും, 4 വേഗം പോയി കുളിച്ച് റെഡിയായപ്പോ എങ്ങനെ അത്താഴം കഴിക്കാനൊക്കെ പ്രശ്നമില്ല. സുബഹി നിസ്കരിക്കണതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് ഫ്രഷായാൽ മതി. അതേപോലെ വെറുതെ വായി മണപ്പിച്ച് ഇങ്ങനെ നടക്കും, ബ്രഷ് ചെയ്യൂല. ബ്രഷ് ചെയ്താ നോമ്പ് മുറിയുന്നതാണ്. പ്രത്യേകിച്ചും പിന്നെ ളുഹറൊന്നും കഴിഞ്ഞാൽ പിന്നെ ബ്രഷ് ചെയ്യാൻ പറ്റൂല. അതിന്റെ നബിസ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നോമ്പുകാരന്റെ വായയുടെ ഗന്ധം കസ്തൂരിയുടെ സുഗന്ധമാണ്. അപ്പൊ ഇതിങ്ങനെ മണപ്പിച്ചെടുക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളെങ്ങനെ ഫ്രഷായാലും കുറേ ദിവസങ്ങൾ, കുറേ സമയം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വായ ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുമ്പോൾ ആ ഒരു നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പോകാത്തൊരു ഗന്ധം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ പരലോകത്ത് പഠിച്ചത് ഒരു സുഗന്ധമായി നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അല്ലാതെ ഇവിടെ ബ്രഷ് ചെയ്യാതെ അടക്കണം എന്നല്ല, ഒന്ന് ബ്രഷ് ചെയ്യണം. പ്രത്യേകിച്ചും വുളൂഇന്റെ മുമ്പ് ബ്രഷ് ചെയ്യാന്നുള്ളത് കൂലിട്ടുന്ന കാര്യമാണ്. അപ്പൊ റമദാനാകുമ്പോൾ ആ കൂലിയും കൂടി കിട്ടിക്കോട്ടെ വിചാരിച്ച് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ബ്രഷ് ചെയ്യണം. വുളൂ ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. പരിധി വിട്ട് പോകണം, നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണത്തെ പോലെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പരിധി വിട്ട് അങ്ങോട്ട് കയറി പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഉപ്പുമില്ല പഞ്ചസാരയില്ല അങ്ങനെയല്ല. ഇനിയിപ്പോ നാവിന്റെ തുമ്പത്തൊന്ന് വെച്ചൊന്ന് നോക്കി തുപ്പിക്കളഞ്ഞേ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അത് പ്രശ്നമാണ് അറിയുന്ന ആൾക്കാര് ആ നാവ് കൊണ്ട് പറയുന്ന വർത്താനത്തിന്റെ കാര്യത്തിൽ വല്ല ശ്രദ്ധ ഉണ്ടാവും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. അനാവശ്യമായ സംസാരങ്ങളും ചീത്തയായ പ്രവൃത്തികളും ഒഴിവാക്കാൻ ഒരാൾ തയ്യാറായില്ലെങ്കിൽ അവന്റെ ഭക്ഷണവും വെള്ളവും അവൻ ഒഴിവാക്കണം എന്ന് അല്ലാഹ് ഒരാവശ്യം. അത് നമ്മൾ ശ്രദ്ധിക്കണ്ടാവും. ആവശ്യമേ നോമ്പാണെങ്കിലും നാവിനും ലൈസൻസിൽ അങ്ങനെ പറയുന്നത്. പെരയിൽ നോമ്പ് സൽക്കാരുണ്ട്, അപ്പൊ എല്ലാരും പാടും കൂടി, അപ്പൊ എല്ലാരും കൂടി പറയുന്നേ ഒരവസരം കിട്ടിയതല്ലേ. ഇപ്പൊ നോമ്പായിട്ട് വിരുന്നേരൊക്കെ കുറവായിരുന്നു, ഇപ്പൊ ഇന്ന് കുറെ. അപ്പൊ അങ്ങനെ പറയുന്നേ അടുക്കളയിലത്തെ പണി നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം, എന്നാ പിന്നെ അങ്ങനെ പോയിക്കോളും. ഇതിൽ വല്ല ശ്രദ്ധയും നമുക്ക്. رب صائم ليس له من صيامه إلا الجوع ورب قائم ليس له من قيامه إلا السهر. എത്ര നോമ്പുകാരുണ്ട് അറിയോ? നോമ്പെടുത്തിട്ട് എന്തേ കിട്ടി വെച്ചാല് പട്ടിണി കിടന്നു, ഭക്ഷണം കഴിക്കാതെ ഒരു പകല് പോയി എന്നല്ലാതെ, വിശപ്പ് സഹിച്ചു എന്നല്ലാതെ വേറൊന്നും കിട്ടൂല. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര രാത്രി നിസ്കാരക്കാർ രാത്രി നിസ്കരിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ കുറച്ചേരത്തെ ഉറക്കം പോയി എന്നല്ലാതെ വേറൊന്നും അവർക്ക് കിട്ടില്ല. നല്ല ശ്രദ്ധ വേണം, കണ്ണിന് നല്ല ശ്രദ്ധയുണ്ടാവണം, മനസ്സിന് നല്ല ശ്രദ്ധയുണ്ടാകണം, കൈകാലുകൾക്ക്, നാവിന്, കാതിന് നല്ല ശ്രദ്ധയുണ്ടാകണം. സോഷ്യൽ മീഡിയ നമ്മുടെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കുറേ സാധനങ്ങൾ ഉണ്ടാവും. പൊതുവെ ആൾക്കാർ പറയാണ്ടല്ലോ, സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് ഫോൺ നോക്കി സമയം പോയത് അറിഞ്ഞില്ല എന്നാണ് പൊതുവെ ആൾക്കാർ പറയാം. സമയം എത്രയായി നോക്കാനൊക്കെ ഫോൺ എടുത്തുക. പിന്നെ ഇപ്പൊ എന്തിനെടുത്തു അറിയാതെ വാട്സപ്പിലൊന്ന് കയറി, അപ്പൊ അവിടുന്ന് ഇങ്ങനെ ബാക്ക് അടിച്ചപ്പോ യൂട്യൂബൊക്കെ ഒന്ന് കയറി, പിന്നെ ഇങ്ങനെ നോക്കി പഠിച്ച് ഞാൻ ഇപ്പൊ എന്തിനാ ഫോൺ എടുത്ത്, അപ്പൊ ഒരു അരമണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് പൊതുവെ മനുഷ്യന്റെ അവസ്ഥ. ഇത് റമദാൻ ഉണ്ടാവും. ഇനി റമദാൻ വന്നാൽ കുറേ സാധനം ഉണ്ടാവും. നമുക്ക് കുറെ ഓൺലൈൻ റമദാൻ വിജ്ഞാനവേദികൾ ഉണ്ടാവും, കുറെ ക്ലാസ്സുകൾ ഉണ്ടാവും, അവിടെ സ്റ്റുഡൻസ് നടത്തുന്ന പ്രത്യേക പരിപാടികൾ ഉണ്ടാവും, ഖുർആൻ വിജ്ഞാന പരീക്ഷന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അതിന്റെ കോച്ചിങ്ങും ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ കുറെ മത്സരങ്ങൾ ഉണ്ടാവും, കുത്തുബകൾ കുറെ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേറുക. പിന്നെ ഇറങ്ങുമ്പോ അവിടെ നോക്കി ഇവിടെ നോക്കി ആ വീഡിയോ കണ്ട് മറ്റേ റീലിൽ തോണ്ടി ഇങ്ങനെ പോയിട്ട് നമ്മൾ റമദാന്റെ പ്രധാനപ്പെട്ട വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ കളയൂലാന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഈ പട്ടിണി കടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ചിന്തകളെ, നോട്ടത്തെ, കേൾവിയെ, നമ്മുടെ സ്പർശനത്തെ, നമ്മുടെ നടത്തത്തെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ നാവിനെ, ഓരോ വാക്കിനെ നമ്മൾ നിയന്ത്രിക്കണം. പൊതുവെ ഈ പ്രായമായ ആൾക്കാരെ കുറിച്ച് പറയലുണ്ട്, വാപ്പാക്ക് അസർ കഴിഞ്ഞാൽ നോമ്പ് തലയിൽ കയറുന്നത്. തലയിൽ കയറുന്ന നോമ്പുണ്ടായിട്ട് ക്ഷമിക്കാൻ പഠിപ്പിക്കണ മാസം. കുട്ടികൾക്കൊക്കെ പേടി ഇപ്പാനോട് പറയുന്നത്, നോമ്പായപ്പോ എങ്ങനെ പ്രതികരിക്കാന്ന് അറിയില്ല.
കെട്ടിയോൾക്ക് എന്തേലും പറയാനൊരു പേടി. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞേക്കാണ്, ഒന്ന് പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞ എങ്ങനെ പ്രതികരിക്കാം? സഹോദരങ്ങളെ, നമ്മളെ ഭാര്യയ്ക്ക് ഏറ്റവും നന്നായി നമ്മളോട് സംസാരിക്കാൻ പറ്റും തോന്നുന്നുണ്ട് റമദാനിലാണ്. കാരണം ക്ഷമിക്കാൻ പറ്റിയ മാസമാണല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടാവും. കുട്ടിയൊക്കെ തോന്നണം, ഉമ്മാനോടും ഉപ്പാനോടും ഇപ്പൊ എന്തേലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു സമയമാണ്, ഓല് നല്ലോണം ശ്രദ്ധിച്ച വാക്കും പ്രവർത്തിക്കാൻ ഉണ്ടാവുള്ളൂ എന്ന് നമ്മളെ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും. അതല്ല, നോമ്പുറക്കാൻ ഇരിക്കുന്ന സമയത്തൊക്കെ വാപ്പാനോട് എന്തേലും പറഞ്ഞാല് എങ്ങനെ പ്രതികരിക്കാറില്ല. കാരണം ആ ഒരു പകലിന്റെ മുഴുവൻ പ്രഷറിലും ഇങ്ങനെ ഇരിക്കുക. എന്ത് പ്രഷർ! അതുകൊണ്ട് നമ്മളുടെ അന്നപാനങ്ങൾ ഒഴിവാക്കല് വെറും ഒരു ഏർപ്പാടാകരുത്. നമ്മൾ നല്ല സൂക്ഷ്മതയുണ്ടാകണം നോമ്പിന്റെ കാര്യത്തിൽ. ആ നിലക്കുള്ള വീഴ്ചകൾ വരാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. നാലാമത്തെ കാര്യം, ചെറിയതെന്ന് നമുക്ക് തോന്നുന്ന ചില വീഴ്ചകൾ ശ്രദ്ധിക്കാത്ത പോലെ തന്നെ ചില നന്മകളുടെ കാര്യത്തിലും നമ്മൾ അശ്രദ്ധരാകരുത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ലാ യസാലു നാസു ബിഖൈരിൻ മഅജ്ജലുൽ ഫിത്ര. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ഈ ഉമ്മത്ത് ഖൈറിലായിരിക്കും. എന്താ ധൃതി കാണിക്കാറിഞ്ഞാല്, നോമ്പ് തുറക്കാൻ സമയമാകണേന്റെ ഒരു മിനിറ്റ് മുമ്പ് പോലും നമ്മൾ നോമ്പ് തുറക്കാൻ പാടില്ല. പക്ഷെ ഒരു നോമ്പ് തുറക്കാൻ സമയമായ പിന്നെ ഒരു മിനിറ്റ് സമയം പോലും വൈകിപ്പിക്കാനും പാടില്ല. സമയമായാൽ നോമ്പ് തുറക്കണം. എപ്പോ നോമ്പ് തുറക്കണം? നോമ്പ് തുറക്കാൻ സമയമായാൽ നോമ്പ് തുറക്കണം. ബാങ്ക് കേട്ടാലും ഇല്ല. 6:42 മഗ്‌രിബ് ബാങ്ക് എന്ന് വിചാരിക്കാം. 42 43 44 എന്നാലും എന്തേ ബാങ്കിന് കേട്ടിട്ടില്ല? എനിക്കൊരു ഇടങ്ങേറാണ്. ആ ഇടങ്ങേറ് നമ്മളെ കൂലി നഷ്ടപ്പെടുത്താനുള്ള ഇടങ്ങേറാണ്. നമ്മൾ ഖൈറിലായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. വേറെ ചില ആൾക്കാരുണ്ടാവും, എന്നാലും ആ മഹല്ലുള്ളിത്തെ ബാങ്കിന് കേട്ടില്ല എങ്ങാണ്ട് നോമ്പുറക്കാൻ എന്ന്, അങ്ങനെ ഉണ്ടാവും. ഇനി വേറെ ചില ആൾക്കാരുടെ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്നെന്താ വെച്ചാല്, സുബൈന്റെ ബാങ്ക് കുറച്ച് നേരത്തെ കൊടുക്കുക, മഗ്‌രിബിന്റെ ബാങ്ക് കുറച്ച് വൈകിയും കൊടുക്കുക. എന്താ വെച്ചാൽ ആ സമയം കാണിഞ്ഞ് നമ്മൾ അറിയാതെ പോകണ്ടെന്ന് കരുതിയിട്ട്. ഈ അമിതമായ സൂക്ഷ്മതയുടെ പേരിൽ ചെയ്യുന്നതാണ് വലിയ അപകടം ഉണ്ടാക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു വാശി പോലെയാണ് അത് കൊണ്ടുനടക്കുന്നത്. പക്ഷെ ഈ കലണ്ടർ ക്രമീകരിച്ചപ്പോ സാധാരണ ബാങ്കിനേക്കാൾ, അത് ആ ക്രമീകരിച്ച ആളുകൾ തന്നെ അവർ പറഞ്ഞാട്ടാ, സാധാരണ ബാങ്കിനേക്കാൾ സുബഹി ബാങ്ക് ഒരു 3 മിനിറ്റ് നേരത്തെയും മഗ്‌രിബ് ബാങ്ക് ഒരു 3 മിനിറ്റ് വൈകിട്ടും അതാ കലണ്ടറിന്റെ തുടക്കക്കാര് അങ്ങനെ തന്നെ ക്രമീകരിച്ചതാണ്. എന്തിനു വെച്ചാൽ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട്. പിന്നെ അത് ചില ആളുകൾക്ക് ഒരു വാശി പോലെ കൊണ്ടുനടന്ന് എന്താ ചോദിച്ചാല് 5, 6, 7 മിനിറ്റ് ഒക്കെയാണ്. ഇങ്ങോട്ട് എന്താ പറയുക വെച്ചാല്, ഈ സെൽഫി ആൾക്കേ ഓൾക്ക് കുറെ സമയം നോമ്പെടുക്കാൻ കഴിയൂല. ഓൾക്ക് സുബഹി വൈകി കൊടുത്തിട്ട് മഗ്‌രിബ് നേരത്തെ കൊടുക്കണം. സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് സമയമാക്കിയതാണ് ചില ആൾക്കാർ. അവിടെ സംഭവിക്കുന്ന ഒരു അബദ്ധം പറഞ്ഞത്, ഒരു 7 മിനിറ്റൊക്കെ വ്യത്യാസം സുബഹി ബാങ്കിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ ചില സ്ത്രീകളൊക്കെ എന്തായാലും അത്താഴമൊക്കെ കഴിച്ചൊക്കെ റെഡിയായി, വീട്ടിലെ ആണുങ്ങളൊക്കെ ചിലപ്പോ പള്ളിക്ക് പുറപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ സ്ത്രീകളൊക്കെ എന്താ വെച്ചാൽ ആ ബാങ്കണ് കേൾക്കുന്നതോട് കൂടി തന്നെ വേഗം എണീറ്റ് ആണ് നിസ്കരിക്കാന്ന് വിചാരിച്ച സ്ത്രീകൾ ഉണ്ടാവും. പലരും സമയമാകണതിന്റെ മുമ്പാണ് സുബഹിസ്കരിക്കുന്നത്. ഒരു നിസ്കാരവും അതിന്റെ സമയമാകാതെ നിസ്കരിക്കാൻ പറ്റുമോ? സമയമാകാതെ ഒരു നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ആ പള്ളിയത്തെ ബാങ്ക്, ഈ പള്ളിയത്തെ ബാങ്ക്, നമ്മളെ മഹല്ലുള്ളിത്തെ ബാങ്ക്, നമ്മളെ മുക്രിയാക്കാന്റെ ബാങ്കിന് കേട്ടാലോ അതൊന്നും നോമ്പിന്റെ കാര്യത്തിലില്ല. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ സമയമായാൽ നോമ്പ് തുറക്കണം. പിന്നെ വീട്ടിൽ എന്ത് നോമ്പ് സൽക്കാരോ പരിപാടി എന്തുണ്ടായാലും സമയത്ത് നമ്മൾ നോമ്പ് തുറക്കണം. അവിടെ കിട്ടിയോ ഇവിടെ കിട്ടിയോ മറ്റൊരു താത്ത അങ്ങ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ നടക്കും. അപ്പോൾ ആരെങ്കിലും അല്ല നിങ്ങൾ നോമ്പ് തുറന്നു ചോദിച്ചാൽ ഇല്ലേ, ഒരു 4 വെള്ളം കൊടുത്തിട്ട് നോമ്പ് തുറക്കുക. എന്താ ഒരു പകല് മുഴുവൻ പട്ടിണി നടന്നിട്ട് ഇപ്പൊ ഒരു 2 മിനിറ്റ് ഇപ്പൊ വലിയ പ്രശ്നമാണ്. കാരണം നമുക്ക് കൂലി കിട്ടാനാണ് നോമ്പ്. ആ കൂലി കിട്ടുന്നതിൽ ഉമ്മത്ത് ഖൈറിലേ ആയിരിക്കും എപ്പോ? നോമ്പ് തുറക്കാൻ അവർ ധൃതി കാണിക്കുന്നിടത്തോളം കാലം.
മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറൂ ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അതും തന്നെ ചില ആൾക്കാർക്ക്, ഞാൻ എന്താ വെച്ചാൽ ആ തറാവി കഴിഞ്ഞ് വന്നാൽ കുറച്ചു നേരം കൂടി ഇങ്ങനെ ഇരുന്ന് കണ്ടാണ് കഴിച്ചാണ് കിടക്കും. പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിക്കൂല. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഭയങ്കര മേന്മ അറിയുന്ന ആൾക്കാർ. അത് തുടക്കത്തിലൊന്നും അല്ല കേട്ടോ. കുറച്ചാണ് പോയാൽ പ്രത്യേകിച്ച് ചിലപ്പോൾ അവസാനത്തെ 10 ആയിക്കാണ്ട് ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാനായി കുറച്ച് വൈകിയാണ് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കൂല അറിയും. അത് ഭയങ്കര സംഭവം ഒന്നല്ല. കഴിക്കണം എന്ന് പറഞ്ഞു. ശരിക്ക് നമ്മൾ രാവിലെ കഴിക്കണ ഒരു സാധനത്തിന്റെ അളവ് കൊണ്ടാണോ നമ്മൾ വൈകുന്നേരം വരെ പിടിച്ചിരിക്കണത്? ആണോ? അല്ലോ. നമ്മളിന്ന് രാവിലെ ഒരു 10 മണിക്ക് 2 പൊറാട്ടയും ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം 5 മണി വരെ പിന്നെ ഒന്നും തിന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? ഒന്ന് രാവിലെ 2 പൊറാട്ട എന്നാണ്, പിന്നെ ഞാൻ ഒന്നും തിന്നിട്ടില്ല അറിയും. നമ്മള് സുബൈന്റെയും മുമ്പ് തിന്ന ഒരു സാധനത്തിന്റെ കരുത്തുകൊണ്ടാണോ മഗ്‌രിബ് വരെ പിടിച്ചിരിക്കണത്? അത് പടച്ചോന്റെ ഒരു ബർക്കത്താണ്. പക്ഷെ നിങ്ങൾ അത്താഴം കഴിക്കണം. ആ അത്താഴത്തിന് ഒരു ബറക്കത്തുണ്ട് നിങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ല അത്താഴം എന്താ? ഏതാനും ഈത്തപ്പഴം ഒറ്റയായിട്ട് കഴിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഇറക്ക് വെള്ളമെങ്കിലും അത്താഴം എന്ന നിലക്ക് നിങ്ങൾ കഴിക്കണം. അപ്പൊ അത്താഴത്തിലൊരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതരുമായി വേറിട്ട് നിൽക്കുന്ന രംഗങ്ങളാണ്. അവർ അത്താഴം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ നോമ്പ് തുറക്കൽ വൈകിപ്പിക്കുക, അതൊക്കെ അവരുടെ ശീലങ്ങളാണ്. അതൊന്നൊക്കെ വേറിട്ട് നിൽക്കണം വിശ്വാസി എന്നാ പഠിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ വേറെ ചില ആളുകളുണ്ട്, ഈ അത്താഴം കഴിക്കുമ്പോൾ എവിടേക്കോ ഉള്ള ആചാരമാണ്, അത്താഴം കഴിച്ചിട്ട് കുറച്ചിങ്ങനെ വിശന്ന് തുടങ്ങണം സുബഹിയാവുമ്പോൾ. അവിടെ 2 മണിക്കൊക്കെ നീച്ചണം അത്താഴം കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിന്റെയും സുബഹി ബാങ്കിന്റെ ഇടയിൽ 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടായി. അത്ര മതി. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈആ. നിങ്ങൾ ആളുകൾ നോമ്പ് തുറപ്പിക്കണം. ആ നോമ്പ് തുറപ്പിക്കുമ്പോ നിങ്ങൾ ആരെ നോമ്പ് തുറപ്പിച്ചു അയാളുടെ നോമ്പിന്റെ കൂലി ഇങ്ങോട്ട് കിട്ടും, അയാൾക്ക് കുറയാതെ. ഇപ്പൊ നേരത്തെ അവിടെ പറഞ്ഞു, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു അവസാനത്തെ 10 ഒരു സമൂഹ നോമ്പ് തുറ നമ്മൾ ഉദ്ദേശിക്കുന്നു. ആവശ്യമുള്ള കഴിയുന്ന ആളുകളെ സഹായിക്കണം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഈ മഹല്ലിലുള്ള ഒരു 100 ആള് നോമ്പ് തുറപ്പിച്ചാൽ 100 നോമ്പിന്റെ കൂലി എനിക്ക് കിട്ടും, അവർക്കൊന്നും കുറയാതെ. ഇപ്പൊ റമദാൻ കിറ്റ് ഒരു 1500 രൂപയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഒരു കുടുംബത്തിന് ഒരു കിറ്റ് കൊടുക്കാൻ പറ്റും. ആ കിറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു 10-15 ദിവസം അവരുടെ നോമ്പ് തുറക്കലും അത്താഴവും കഴിഞ്ഞുകൂടി പോണത്. നമുക്ക് എത്ര കൂലി കിട്ടും? ഈ നോമ്പ് തുറപ്പിക്കുക പറഞ്ഞാല് അത് നാട്ടിലേതോ മുതലാളിമാർക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം. നമ്മൾ നോമ്പ് ഉറപ്പിക്കുക, നമ്മളിപ്പോ അതിന് മാത്രം വലിയ ആൾക്കാരാ? അല്ലെ ഇപ്പൊ നമ്മളെ പെരയിൽ പെടുത്തുന്ന കല്യാണം എന്തെങ്കിലും കഴിഞ്ഞല്ലോ നോമ്പുറ ഉണ്ടാക്കാൻ? വേണ്ട. ഇപ്പൊ പള്ളിയിൽ ഇവിടെ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും നോമ്പ് ഉറപ്പിക്കലുണ്ട്, ഫുള്ളായി എന്നാണ്. ഒരു ദിവസം ഇന്റെ വകട്ടോ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കൊരു പദ്ധതി ഉണ്ട്, യാത്രക്കാർക്കുള്ള നോമ്പ് തുറ. ഒരു 40-50 രൂപ കൊടുത്താൽ ഈ ബസ്സിലൊക്കെ എവിടുന്നേലും ലോങ്ങെന്ന് കയറിയ ആൾക്കാര് ഏതെങ്കിലും സ്റ്റാൻഡിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോന്നിട്ടുണ്ടാവും. അപ്പൊ ഒരു ബോട്ടിൽ വെള്ളവും ഒരു കവറിൽ കുറച്ച് ഫ്രൂട്ട്സും സാധനവും കൊടുക്കും. ഒരു 50 റുപ്യ ചെലവുണ്ടാവുള്ളൂ. ആലോചിച്ചൊക്കെ ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നോമ്പ് ഉറപ്പിച്ചതിന്റെ കൂലി നമുക്ക് കിട്ടൂലേ? ഈ നോമ്പ് തുറ എന്ന് പറയുമ്പോൾ, നോമ്പ് തുറപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താ വെച്ചാൽ, ഒരു 5-6 ഐറ്റം മെയിൻ ഫുഡും പിന്നെ കുറച്ച് പലഹാരവും ഒരു 3-4 ഐറ്റം ജ്യൂസും ഇതൊക്കെ ഇങ്ങനെ നിരത്തി അലാക്കിന്റെ ഒരു പന്തലൊക്കെ ഇട്ട്, ഇതാ നോമ്പുറ. ഇതിന് മാത്രം കഴിവിപ്പോ നമുക്കുണ്ടോ? ഇല്ല. ഇതിന് നോമ്പ് ഉറപ്പിക്കണേ? അതല്ല നോമ്പ് ഉറപ്പിക്കുന്നത്. ഈ പറഞ്ഞ രൂപത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ആ ആളുകളുടെ ഒക്കെ നോമ്പിന്റെ കൂലി അവർക്ക് കുറയാതെ തന്നെ നമുക്ക് പടച്ച റബ്ബ് തരും. അതുകൊണ്ട് കുറച്ച് ആളുകളെ നമ്മൾ നോമ്പ് തുറപ്പിക്കണം. നോമ്പ് തുറപ്പിക്കണ കൂലി ഇട്ടാനാണ്. ആ നോമ്പ് തുറ പേരില് നമുക്ക് കുറെ കുറ്റം വാങ്ങിക്കണം. അതെപ്പോഴാന്ന് വെച്ചാല്, ഈ കുറേ വിഭവം ഉണ്ടാക്കി നോമ്പ് തുറന്റെ പ്രത്യേകത എന്താ വെച്ചാല്, എല്ലാവർക്കും ഒരേ സമയം ഭക്ഷണം കൊടുക്കേണ്ട സാധനമാണ്. ഈ കല്യാണത്തിനൊക്കെ പറഞ്ഞാൽ പല ട്രിപ്പായിരുന്ന് പാത്രത്തിൽ ഇങ്ങോട്ട് തന്നെ വന്ന് പിന്നെയും തട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും.
ഇഫ്താറിന് മിക്കവാറും ഇരിക്കണ എല്ലാവർക്കും ഒന്നിച്ച് ഫുഡ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കല് പല ടൈപ്പ് സാധനം. എന്നിട്ട് അവസാനം എല്ലാവരും പോയി കഴിഞ്ഞാൽ എല്ലാ ചെമ്പിലും ഉണ്ടാവും, ഒക്കെ ബാക്കിയേക്കണം. അതിപ്പോ എന്താ ചെയ്യാ, പകലായിരിക്കൽ നിന്നാൻ പറ്റുമോ? ആകെ നമ്മളെ പേരയില് 2, 2, 3 വയസ്സായ 1, 2 കുട്ടികളായിട്ട് ഇതൊക്കെ പടത്ത് നിന്ന് തീർക്കോ പകല്? പിന്നെ ഇന്നലെ ബാക്കിയായത് ചിലപ്പോ ഇന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം, നാളെയും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും റമദാനില്. പിന്നെ അത് എവിടെയെങ്കിലും വേസ്റ്റ് കൊണ്ടുപോയിടും. 10 ആള് നോമ്പുറപ്പിച്ച് കൂലി വാങ്ങുമ്പോഴേക്ക് ഒരു 100 ആളെ ഭക്ഷണം പിന്നെ വേസ്റ്റ് ആക്കിയതിന്റെ കുറ്റം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നോമ്പ് തുറപ്പിക്കാം. അതുപോലെ തന്നെ ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന നമ്മളെ വീട്ടിൽ സാധാരണ നോമ്പ് തുറയാണെങ്കിലും നോമ്പ് തുറപ്പിക്കലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ്. റമദാൻ അല്ലാത്ത സമയത്ത് 5 നേരത്തെ ജമാഅത്ത് കിട്ടുന്ന ആൾക്കാരുണ്ട്. റമദാനായ 4 ജമാഅത്ത് കിട്ടുള്ളൂ. മഗ്രിബ് ഉണ്ടാവില്ല. മഗ്രിബ് പെരയിൽ നോമ്പുറക്കാൻ വേണ്ടി ഇരുന്നുകൊണ്ട് മഗ്രിബ് ജമാഅത്ത് കിട്ടൂല. നമ്മളെ വീടിന്റെ അടുത്താണ് പള്ളി, പോയി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ആ നോമ്പ് തുറ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്ന് ആ ജമാഅത്ത് കിട്ടലല്ലേ പ്രധാനം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കതബല്ലാഹു ലഹു ഖിയാമ ലൈലത്തി. ഇമാമിന്റെ കൂടെ അവസാനം വരെ നിസ്കരിച്ചാൽ, രാത്രി നിസ്കാരം ഇമാമിന്റെ കൂടെ അവസാനം വരെ നിസ്കരിച്ചാൽ അവന് ആ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി പടച്ചോൻ കൊടുക്കും. ചില ആൾക്കാർ കുറച്ചും കൂടി ഒരു കൂലി ഇട്ടിക്കോട്ടെ എന്ന് എഴുതിയാണ്ടേ പകുതി ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് ആണ് നീച്ചു പോകും. അയാൾ ഭയങ്കര തെറ്റ് ചെയ്തു എന്നല്ല, പക്ഷെ ആ ഇമാമിന്റെ കൂടെ തന്നെ പൂർത്തിയാക്കിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി നമുക്ക് ലഭിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5-ാമത്തെ കാര്യം, ഈ പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ പോന്നിട്ട് ഇതൊക്കെ ഇപ്പൊ എവിടേക്ക് വേണ്ടി നമ്മൾ ചെയ്യണത്? പരലോകത്തിട്ടാനാണ്. ഇവിടെ ബന്ധപ്പെട്ട് നല്ല ഫുഡുണ്ട് പെരയില്, ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം രാത്രി ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കേടുമില്ലാത്ത ഫുഡ് അവിടെ ഉണ്ട്, നമ്മൾ കഴിക്കൂല. ഒരു തിരക്കുമില്ല, ഒഴിവാണ്. നമ്മളെ ഭാര്യ ഉണ്ട് വീട്ടില്, നമ്മളുണ്ട് വീട്ടില്. പക്ഷെ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള നിലക്കുള്ള നമ്മുടെ ആ നിലക്കുള്ള ഒരു ബന്ധവും ആ റമദാന്റെ പകലിലില്ല. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു പോയത് എന്തിനാ? ഇവിടെ എന്തെങ്കിലും നേടാനല്ലല്ലോ. പരലോകത്ത് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ആദം സന്തതി ചെയ്യുന്ന എല്ലാ കർമ്മവും അവനാണ്. കാരണം കൂലി തരേണ്ടത് പടച്ചവനാണ്, സ്വതക്ക കൂലി തരേണ്ടത് പടച്ചവനാണ്. പക്ഷെ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അവനുള്ളത് തന്നെയാണ്. കാരണം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിസ്കാരാണെങ്കിലും സ്വതക്കയാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ. അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. നമ്മളെ നോമ്പ് ആത്മാർത്ഥമാണോ അല്ലേ, നമ്മളിപ്പോൾ നോമ്പുകാരനാണോ അല്ലേ എന്ന് എനിക്കറിയാൻ പടച്ചോന് മാത്രമേ പറ്റുള്ളൂ. ഭാര്യന്റെ അടുത്തുനിന്ന് അത്താഴം കഴിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഭാര്യന്റെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ നോമ്പുകാരനാണ്, നോമ്പ് തുറക്കാൻ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് നോമ്പുണ്ടോ അല്ലേ എന്ന് ഭാര്യക്കറിയോ ഉമ്മാക്കറിയോ? പടച്ചോന് മാത്രമേ അറിയുള്ളൂ. ഞാനതിന് കൂലി കൊടുക്കും. നോമ്പുകാരന് റയ്യാൻ എന്ന കവാടമുണ്ട്. അസൗമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയമാണ്. ഇതൊക്കെ പഠിപ്പിച്ച് ഇതൊക്കെ പരലോകത്തിട്ടുള്ളതാണ്. അവിടെ ഇത് കിട്ടാൻ നമുക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ തടസ്സം നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ എല്ലാ ഹദീസിലും ചേർത്ത് പറഞ്ഞ 2 കാര്യം എന്താ? ഈമാനൻ വ ഇഹ്തിസാബ, വിശ്വാസം ശരിയാകണം. എല്ലാ ജാതി ശിർക്കും എല്ലാ ഖുറാഫത്തും റമദാനിന്റെ വിശുദ്ധമായ ദിനങ്ങളിൽ ബദരീങ്ങളെ വിളിച്ച പ്രാർത്ഥിക്കുന്നു. അമ്പർത്ത തങ്ങളെ ഈ നോമ്പിന്റെ ബർക്കത്തുകൊണ്ട് കാത്തോളണേന്ന് അറിയണേ. ആർക്കാണ് ആ നോമ്പ്? ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് തുണയേകണ റബ്ബേന്ന് റമദാനിൽ ഇരുന്ന് പാടുക. ആർക്കാ നോമ്പ് വേണ്ടത്? ആലോചിച്ചു. നോമ്പിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 183 മുതൽ ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്നു. 186 പറഞ്ഞ എന്താ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي
ഖരീബ്. നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം, ഫഇന്നീ ഖരീബ്, തീർച്ചയായും ഞാൻ അവരോട് സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, വിളിച്ചു തേടുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു തേടിയാൽ, പ്രാർത്ഥിച്ചാൽ അവന്റെ ആ തേട്ടത്തിനു, പ്രാർത്ഥനയ്ക്ക് ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. റമളാന്റെ നിയമാവലികൾ പഠിപ്പിച്ചു പോണോടത്താണ് തൗഹീദ് പഠിച്ചോൻ പറഞ്ഞത്. അവിടെ തൗഹീദ് നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒന്നും നമ്മുടെ അടുത്തുണ്ടായിരുന്നു. ശിർക്ക് വന്നോ, ഒരു ചരടോ ഏലസോ നൂലോ പടച്ചോനല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യലോ, അല്ലാത്തവരുള്ള തേട്ടോ, അള്ളാന്ന് വിളിക്കേണ്ടടുത്ത് ഏതെങ്കിലും ഒരു പടത്തിന്റെ പേര് വിളിക്കലോ, എന്തുണ്ടെങ്കിലും സഹോദരങ്ങളെ, നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് ശിർക്ക് നമ്മൾ സൂക്ഷിക്കണം. മറ്റൊന്ന് റിയാ ആണ്. നേരത്തെ പറഞ്ഞല്ലേ, ഈമാനൻ വയഹ്തിസാബ, ഇതിനെനിക്ക് പ്രതിഫലം കിട്ടണേ എന്നത് മാത്രമായിരിക്കണം നമ്മുടെ പ്രതീക്ഷ. നാലാള് കാണാനോ അറിയാനോ ഒന്നുമല്ല. സ്വതക്ക കൊടുക്കണ്ടേ? നമ്മളാണ് ഈ മഹലിൽ ഏറ്റവും സ്വതക്ക കൊടുത്തത്. എന്തിന്? കുറച്ചോനെ പരലോകത്ത് കിട്ടാനാണ്, ആരെയും കാണിക്കാനല്ല, ആരും അറിയാനല്ല. അവസാനത്തെ 10 ഫുള്ള് പള്ളിയിലാണ്, ആരും കാണാനും അറിയാനോ നാട്ടിൽ നമ്മളെ കുറിച്ച് സംസാരിക്കാനോ അല്ല. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാകണം. റിയാ വന്നോ നമ്മുടെ കർമ്മങ്ങളൊന്നും പടച്ചോൻ സ്വീകരിക്കുക. തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും റമളാനിലും റമളാൻ കഴിഞ്ഞാലും മാറി നിൽക്കുമ്പോഴേ നമ്മുടെ കർമ്മങ്ങൾ പടച്ചോൻ പരിഗണിക്കും. ആദം സന്തതികൾ ഹാബീലും കാബീലും പടച്ച റബ്ബിന് നേർച്ച നേർന്നു. ഹാബീലിന്റെ സ്വീകരിച്ചു, കാബീലിന്റെ സ്വീകരിച്ചില്ല. അവർ തമ്മിൽ തർക്കായി. ഹാബീൽ കാബീലിനോട് പറഞ്ഞ എന്താ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാത്രമേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. തഖ്വയുള്ള, തിന്മയില്ലാതെ നന്മയുള്ള ജീവിതം നയിച്ചാലേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. സഹോദരങ്ങളെ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ബന്ധങ്ങൾ. നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മത്തിന്റെ സ്വീകാര്യതയെ തീർച്ചയായിട്ടും ബാധിക്കും. നമ്മളെല്ലാ കാര്യവും റെഡി. ഇപ്പൊ റമളാൻ വന്നാല് എന്തൊക്കെ നമ്മളെ പെരയിൽ നടക്കല്? ഉള്ള സാധനം മുഴുവൻ വലിച്ചിട്ട് കഴുകും അല്ലേ? ഈ റമളാനിൽ കഴുകാൻ മാത്രം കുറച്ച് പാത്രം കഴിഞ്ഞെപ്പോഴാ കഴുകുക? അടുത്ത റമളാൻ കഴിഞ്ഞിരിക്കും. ഒക്കെ കഴുകി തുടച്ച് റെഡിയാക്കി ആ പെട്ടിക്ക് തന്നെ വെച്ചാണത് അവിടെ റാക്കും വെക്കും. നമ്മളെ കുട്ടികൾ ഒരു ദിവസം പോലും ആ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അത് വിരുന്നേര് വരുമ്പോൾ എടുക്കാനാണ്. എന്നിട്ട് വിരുന്നേര് വരുമ്പോൾ എടുക്കാൻ ഒരു 4 എണ്ണം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. കുറച്ച് പുതപ്പുണ്ട്, തലയിണ കവറുണ്ട്. ഇതൊക്കെ എന്തിനാ? ഇത് റമളാനിൽ അലക്കാനും തുറക്കാനും മാത്രമുള്ള. ഈ പാറവത്തിന്റെ ഇലയൊക്കെ ഏകദേശം തീരുമാനിക്കണു കേരളത്തിൽ എന്ന് പറയുന്നത്. ഫുള്ള് അലക്കലും കഴുകലും തുടങ്ങിയിട്ട് എന്താ സംഭവിക്കരുത്? ആകെ ക്ഷീണിച്ച് വെയിലും ചൂടൊന്നും നോക്കാതെ ആ മക്കനൊക്കെ കെട്ടിക്കാണ്ട് ഇറങ്ങിയിട്ട് നീരിറങ്ങി ജലദോഷം പിടിച്ച് റമളാന്റെ ആദ്യത്തെ ദിവസം കാണാൻ മൂക്ക് വലിപ്പിച്ച് ഇങ്ങനെ നടക്കും. ഇതല്ലേ പൊതുവേ നടക്കല്. ഞാൻ വീട് വൃത്തിയാക്കണ്ടെന്നൊന്നല്ല പറഞ്ഞത്. ഈ നമ്മളെ മനസ്സ് വൃത്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, എല്ലാ തിങ്കളും വ്യാഴവും കർമ്മങ്ങളെ പടച്ചോന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. ശിർക്കില്ലാത്ത എല്ലാ മനുഷ്യർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ചിലരെ കർമ്മങ്ങളെ പരിഗണിക്കാതെ അല്ലാഹു മാറ്റിവെക്കും. അവനും അവന്റെ സഹോദരനും ഇടയിൽ ബന്ധത്തിൽ വിള്ളലുണ്ട്. അവരുടെ കാര്യത്തിൽ അല്ലാഹു പറയും, രണ്ടാളും നന്നാകുന്നവരെ നിങ്ങൾ കാത്തുന്നോളി. നമ്മൾ എത്ര നോമ്പ് പരിഗണിച്ചിട്ടുണ്ടാവും? നമ്മൾ എത്ര സ്വതക്ക പരിഗണിച്ചിട്ടുണ്ടാവും റബ്ബ്? നമ്മൾ എത്ര തറാവീഹ് പരിഗണിച്ചിട്ടുണ്ടാവും റബ്ബ് സുബ്ഹാനഹു വ തആല? നല്ല ശ്രദ്ധിക്കണം. ജ്യേഷ്ഠനോട് മിണ്ടിയിട്ട് എത്ര കാലായി? ആങ്ങളെയും പെങ്ങളും തെറ്റിന്നിട്ട് എത്ര കാലമായി? അനുജനെ കണ്ടാ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ എത്ര കാലമായി ജീവിക്കണു? ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും മരുവോളും അമ്മായിയും തെറ്റിയിട്ട് എത്ര കാലായി? എന്നിട്ട് നമ്മളുള്ള പേരയും പിന്നെ ഉള്ള പുതപ്പും വീർപ്പും തലക്കണയും ഒക്കെ എടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് റമളാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. മാറ്റി വെക്കും പഠിച്ചോന്നല്ലേ പറഞ്ഞത്. എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ നോമ്പെടുത്തത്? എന്തിനാണ് രാത്രി നിസ്കാരം? അപ്പോ ആളുകൾ വന്ന് ചോദിക്കൂലേ, ഈ തറാവി കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ? തറാവി 12 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെയും നിസ്കരിക്കാൻ പറ്റുമോ? പണ്ഡിതന്മാര് പറഞ്ഞു, ഇനിയിപ്പോ ഒരാൾ അങ്ങനെ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഒറ്റയാക്കരുത്, ഇരട്ടയായിട്ട് പോവാണെങ്കിൽ എത്ര ചെയ്ത് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു.
എന്തിനാ ചോദിക്കണത്? ആ ദിവസങ്ങളൊന്നും ഇരുന്ന് പ്രാർത്ഥിച്ച് പടച്ചവനോട് എന്താ നമ്മൾ പറഞ്ഞത്? പടച്ചവനോട് നമ്മൾ പറഞ്ഞത് പാപം പുറത്തു തരണേന്നാണ്. ഇസ്തിഗ്ഫാറാ ചോദിച്ചത്, കണ്ണ് നിറച്ച് പ്രാർത്ഥിച്ചത്. അവസാനത്തെ 10 പള്ളിയിൽ ഇരുന്നിട്ട് ആരും കാണാതെ പള്ളിയുടെ ഒരു മൂലക്കിരുന്ന് പടച്ചവന്റെ അടുത്തേക്ക് കൈ ഉയർത്തി നമ്മൾ കണ്ണ് നിറച്ച് പ്രാർത്ഥിച്ചത് എന്താ? ഇന്നലകളിൽ വന്നുപോയ തെറ്റ് പുറത്തു തരാനാണ്. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 22-ൽ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം ഉണ്ടായി. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രയാസപ്പെട്ടൊരു സന്ദർഭം. അങ്ങനെ അവസാനം അള്ളാഹു അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും വെളിവാക്കി കൊടുത്തു. ഇത് കപട വിശ്വാസികൾ ഉണ്ടാക്കിയ ദുഷ്പ്രചാരണമാണെന്ന് മനസ്സിലായി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു ചെലവിനൊക്കെ കൊടുത്തിട്ട് കഴിയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും ഈ പ്രചാരണത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായിട്ടുണ്ട്. അബൂബക്കർ അള്ളാഹു ഭയങ്കര സങ്കടം വന്നു. അബൂബക്കർ അള്ളാഹു പറഞ്ഞു, തല്ലുന്നോ കൊല്ലുന്നോ നാട് കടത്തുന്നോ നിന്റെ മകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ, വിശ്വാസികളുടെ ഉമ്മയെ വ്യഭിചാരോപണം പറഞ്ഞതിന്റെ പേരിൽ മൂപ്പരെ ഞാൻ ശരിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഇനി ഞാൻ ചെലവിന് കൊടുക്കില്ല. അപ്പോൾ ആ സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്തിറക്കിയത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ദറജ തന്ന ആൾക്കാരൊക്കെ സാധുക്കൾക്കും നിങ്ങളെ കൂടെ ഹിജ്റ വന്ന ആൾക്കാർക്കൊന്നും ഒന്നും കൊടുക്കൂലാൻ തീരുമാനിക്കരുത്. നിങ്ങൾ പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അടുത്ത ചോദ്യം എന്താരോ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്. അബൂബക്കർ നിലപാട് മാറ്റി, ഇനി ഞാൻ ചെലവിന് കൊടുക്കുന്നുണ്ട്. എന്താ പടച്ചോൻ പറഞ്ഞത്? നിങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് ഫള് തന്ന, ശ്രേഷ്ഠത തന്ന മനുഷ്യർ മറ്റുള്ളവർക്കൊന്നും കൊടുക്കുകയില്ല, സഹായിക്കുകയില്ല എന്നിങ്ങനെ തീരുമാനമെടുക്കരുത്. നിങ്ങൾ പുറത്തു കൊടുക്കണം, മാപ്പാക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. മറ്റുള്ളവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? റമദാനിന്റെ രാത്രി പടച്ച റബ്ബേ, എന്റെ ഇന്നലകളിൽ സംഭവിച്ച പാപങ്ങൾ എനിക്ക് പുറത്തു കൊണ്ട് റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോ സ്വന്തം ആങ്ങളുടെ അടുത്തുനിന്ന് സംഭവിച്ച ഒരു വാക്ക് പുറത്തു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലാഹുവേ, എന്റെ ഇന്നലകളുടെ ജീവിതത്തിലെ തിന്മകളെല്ലാം റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ, എനിക്ക് മാപ്പു തരണേ എന്ന് പറയുമ്പോ സ്വന്തം ആങ്ങളയോട്, പെങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ബാപ്പയോട്, സ്വന്തം ജ്യേഷ്ഠത്തിയോട്, അനുജത്തിയോട്, അയൽവാസിയോട്, സ്വന്തം അമ്മായിമ്മയോട്, മരുമകളോട് പുറത്തു കൊടുക്കാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെ പടച്ചോൻ എനിക്ക് പുറത്തിരുന്നത് ആഗ്രഹിക്കാൻ നമുക്ക് കഴിയും? അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പിനുള്ള ഒരുക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം ഈ ആഴ്ചയിലുള്ള എന്താ അറിയോ? മിണ്ടാതെ നിൽക്കണ ജ്യേഷ്ഠന്റെ പെരി പോവാ, എന്നിട്ട് സലാം പറയാം. അപ്പൊ ചിലപ്പോ നമ്മൾ ഉൾക്കൊണ്ട പോലെ ഉൾക്കൊണ്ടതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഞാൻ ചോദിക്കാം, എന്തിപ്പോ പോന്നു ചോദിക്കും. പറയാ, റമദാനാ വരുന്നത്, ഇജും ഞാനൊക്കെ കുറെ ചെയ്യും, പടച്ചോൻ സ്വീകരിക്കേണ്ടത് നമ്മളതൊക്കെ പടച്ചോൻ പുറത്തിടണമെന്ന് ആഗ്രഹിക്കണല്ലേ, അതുകൊണ്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മാപ്പാക്കി തരണം എന്ന് പറയാം. അവിടെ ശൈത്താൻ വന്നിട്ട് നമ്മളോട് എന്താ പറയാരോ, അന്റെ മൂത്തല്ലേ അത്, അല്ല ഇജല്ലേ മൂത്തത്, എന്റെ താഴെയുള്ള ആളെ എനിക്ക് കാലിടിക്കാൻ പോണോ, ഓന്റെ അടുത്ത് അത് തെറ്റ് പറ്റിയെന്ന് എനിക്ക് അറിയണ കാര്യമല്ലേ, ഇതൊക്കെ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? തമ്മ് കാണുമ്പോൾ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞടക്കും. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. അവരുടെ കൂട്ടത്തിൽ നല്ലത് മൂത്തോനാണെന്നോ, അവരുടെ കൂട്ടത്തിൽ നല്ലത് ആരെടുത്താ തെറ്റ് പറ്റാത്ത ഓനാണെന്നൊന്നല്ല. ഖൈറുഹുമാ, ആ തെറ്റി നിൽക്കണ രണ്ടാളിലും ഉത്തമർ, അല്ലദീ യബ്ദഉ ബിസ്സലാം, ആര് സലാം പറഞ്ഞു തുടങ്ങിയോ ഓനാ നല്ല. ആ സലാം പറഞ്ഞു തുടങ്ങാനും നമ്മളടുത്ത് വന്ന എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് പറഞ്ഞ് മാപ്പാക്കി ഓർക്കാൻ പറഞ്ഞ് എന്നിട്ട് വേണം പടച്ചവന്റെ അടുത്ത് നമ്മൾ കൈനീട്ടാൻ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സഹോദരങ്ങളെ, ജീവനുണ്ടായിട്ടും ഒരുപക്ഷെ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത മനുഷ്യരുണ്ടാവും. എത്ര ആളുകളാണെന്നറിയോ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ളത്, വളരെ ചെറിയ പ്രായമുള്ളവർ.
ഇന്ന് ഒരു ഹിക്കമി അദ്ദേഹം കുറച്ച് തലച്ചോറിൽ എന്തൊരു അണുബാധയായിട്ട് അബോധാവസ്ഥയിലാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്ത് ഹിക്കമി എന്ന് പറഞ്ഞ ആലോചിച്ചൊക്കെയാണ് എത്ര പ്രായം ഉണ്ടാവുള്ളൂ. ചെറിയ ചെറുപ്പക്കാരെ, നമ്മളെ വിദ്യാർത്ഥികളല്ലേ അവര്, ആശുപത്രിയിലാണ്. എൻ്റെ നാട്ടിൽ നമ്മുടെ യൂത്തിന്റെ സജീവ പ്രവർത്തകർ, കഴിഞ്ഞ ടേമിൽ വരെ മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ കിഡ്നി പ്രയാസത്തിലായി, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ജീവനുള്ള അവസ്ഥയിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു റമദാൻ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ പറ്റിക്കൊള്ളുന്നുണ്ടോ? അതുകൊണ്ട് കിട്ടുന്നതൊക്കെ പരലോകത്തേക്കുള്ള അവസരങ്ങളായി മനസ്സിലാക്കി നമ്മൾ കൃത്യമായി ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.